വിഘ്നേശ്വരായ നമഃ. സരസ്വതിയേ നമഃ. മഹാമായ ദേവി, ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ദ്വിതീയോധ്യായ, അതായത് മധ്യമചരിത്രം 2-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങാം. തസ്യാസ്തു ദന്താഹ സംഭൂതാഹ പ്രാജാപത്യേന തേജസ നയനത്രിദയം ജജ്ഞേ തഥാ പാവക തേജസ. പ്രജാപത്യേന തേജസ എന്ന് പറഞ്ഞാൽ ദക്ഷൻ മുതലായ ദക്ഷപ്രജാപതികളെ സംബന്ധിച്ച തേജസ് കൊണ്ട്. തസ്യാഹ ആ ദേവിയുടെ തു ദന്താഹ ദന്തങ്ങൾ പല്ലുകൾ സംഭൂതാഹ ഉണ്ടായി. തഥാ പാവക തേജസ തഥാ അപ്രകാരം പാവകൻ അഗ്നി തേജസ തേജസ് കൊണ്ട്. നയനത്രിതയം ജജ്ഞെ നയനം കണ്ണുകൾ, ത്രിതയം ത്രിനയനം 3 കണ്ണുകൾ ജജ്ഞെ ഉണ്ടായി. ദക്ഷൻ മുതലായ പ്രജാപതികളുടെ തേജസ് കൊണ്ട് ആ ദേവിയുടെ മൂന്ന് ദേവിയുടെ ദന്തങ്ങൾ പല്ലുകൾ ഉണ്ടായി. അതുപോലെ അഗ്നിയുടെ തേജസ് കൊണ്ട് ആ ദേവിയുടെ 3 കണ്ണുകളും ഉണ്ടായി എന്ന് സാരം. അടുത്തത് 18-ാമത്തെ ശ്ലോകം. ഭ്രുവോജസന്ധ്യോസ്തേജ ശ്രവണാവനിലസ്യജ അന്യേഷാം ജൈവദേവാനാം സംഭവസ്തേജസാം ശിവ. സന്ധ്യകളുടെ തേജസ് ഭ്രുവൗജ പുരികങ്ങളായി ഭവിച്ചു. അനിലസ്യ ശ്രവണൗജ അനിലൻ കാറ്റ് വായു, വായുവിൻ്റെ തേജസ് ചെവികളായും ഭവിച്ചു. അന്യേഷാം ദേവാനാം ച അന്യേഷാം ദേവാനാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദേവന്മാരുടെ തേജസ്സുകളെയാണ് ഉദ്ദേശിക്കുന്നത്. തേജസാം സംഭവ ആ തേജസ്സിൽ നിന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഉണ്ടായി. ഏവ അപ്രകാരം സാ ശിവ ആ ദേവി ആ തേജസ്സുകളുടെ മറ്റുള്ള ദേവന്മാരുടെ എല്ലാം തേജസ്സുകളുടെ രാശി സമൂഹം തന്നെയാണ് ആ സർവമംഗളയായ ദേവി. സന്ധ്യയുടെ 2 പുരികക്കൊടികൾ സന്ധ്യകളുടെ തേജസ്സാകുന്നു, അല്ലെങ്കിൽ സന്ധ്യകളുടെ തേജസ് ആ ദേവിയുടെ കൊടികളാകുന്നു. അതുപോലെ അനിലൻ്റെ തേജസ് ആ നാരിയുടെ ചെവികളാകുന്നു, ആ ദേവിയുടെ ചെവികളാകുന്നു, അല്ലെങ്കിൽ ചെവികൾ അനിലൻ്റെ തേജസ്സാണ്. അതുപോലെ മറ്റുള്ള ദേവകളെ സംബന്ധിച്ച തേജസ്സുകളുടെ ഒരു പരിണാമം തന്നെയാണ്, ആ കൂട്ടമാണ് ആ സർവമംഗളയായ ദേവിയായ എല്ലാ ദേവന്മാരുടെയും തേജസ്സുകൾ കൂടിച്ചേർന്ന പരിണാമമാണ് സർവമംഗല്യകാരിണിയായ ദേവി. അടുത്ത ശ്ലോകം നോക്കാം. തതസ്സമസ്തദേവാനാം തേജോരാശി സമുദ്ഭവാം താം വിലോക്യ മുദം പ്രാപുരമരാമഹിർഷാർദിതാഹ. തതഃ സമസ്തദേവാനാം അനന്തരം സകല ദേവന്മാരുടെയും തേജോരാശി സമുദ്ഭവാം തേജസ്സുകളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായ താം വിലോക്യ ആ ദേവിയെ കണ്ടിട്ട് മഹിഷാർദിതാഹ മഹിഷാസുരനാൽ വധിക്കപ്പെട്ടവരായ ഹിംസിക്കപ്പെട്ടവരായ നിഗ്രഹിക്കപ്പെട്ടവരായ അമരാഹ ദേവന്മാർ മുദം പ്രാപു സന്തോഷത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ മഹിഷാസുരനാൽ പണ്ട് വധിക്കപ്പെട്ടവരായ അമരന്മാരെന്ന് കരുതിയിരുന്ന ദേവന്മാരെല്ലാം ഇപ്പം മരിച്ചുപോയി. അപ്പോൾ അവർ വധിക്കപ്പെട്ട ദേവന്മാർ ഈ ദേവിയെ കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ചു. അതുപോലെ അടുത്ത ശ്ലോകം നോക്കാം. ശൂലം ശൂലാദ്വിനിഷ്കൃഷ്യ ദദൗ തസ്യൈ പിനാകധൃക് ചക്രം ച ദത്തവാൻ കൃഷ്ണ സമുത്പാട്യ സ്വചക്രതഃ. ശൂലം ശൂലാദ്വിനിഷ്കൃഷ്യ ശൂലത്തിൽ നിന്ന് പിനാകധൃക് എന്ന് പറഞ്ഞാൽ പിനാകപാണി ശിവനാണ്. ശൂലം ശൂലാദ്വിനിഷ്കൃഷ്യ ശൂലത്തിൽ നിന്ന് ശൂലത്തെ ആകർഷിച്ച് വലിച്ചെടുത്തിട്ട് ശിവൻ ആ ദേവിക്ക് കൊടുത്തു. വിനിഷ്കൃഷ്യ തസ്യൈ ദദൗ വലിച്ചെടുത്തിട്ട് തസ്യൈ ആ ദേവിക്ക് ദദൗ കൊടുത്തു. കൃഷ്ണ സ്വചക്രതഃ വിഷ്ണു തൻ്റെ ചക്രത്തിൽ നിന്ന് ചക്രം ച സമുത്പാട്യ മറ്റൊരു ചക്രം ആകർഷിച്ച് വലിച്ചെടുത്ത് അതും ദത്തവാൻ അവൻ കൊടുത്തു, ദേവിക്ക് കൊടുത്തു. അപ്പോൾ ശിവൻ്റെ ശൂലത്തിൽ നിന്നൊരു ശൂലം വലിച്ചെടുത്ത് ദേവിക്ക് കൊടുത്തു. വിഷ്ണു അതുപോലെ തന്നെ സ്വന്തം ചക്രത്തിൽ നിന്നൊരു ചക്രം ആകർഷിച്ചെടുത്ത് ദേവിക്ക് കൊടുത്തു. അതുപോലെ ചില ഗ്രന്ഥങ്ങളിൽ ഈ ശ്ലോകത്തിൻ്റെ കൂടെ തതോ ദേവ ദദുസ്തസ്യൈ സ്വാന്യായുധാനിജ എന്നും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നു. ചക്രം ച എന്നതിൽ ആ ചകാരം കൊണ്ട് ഗദയെ കൂടി കൊടുത്തു എന്നും താല്പര്യപ്പെടുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. ഗദ കൂടി ചേർന്നാൽ മാത്രമേ ദേവിയുടെ 18 ആയുധങ്ങൾ പൂർത്തിയാകുകയുള്ളൂ എന്ന് വൈകൃതിക രഹസ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ 18 കൈകളിലും ഓരോ ദേവന്മാരും കൊടുത്ത ആയുധങ്ങളാണ്. ദേവിയെ ആയുധ സജ്ജയാക്കിയിരിക്കുകയാണ് ഇവിടെ. അതുപോലെ പിനാകധൃക് എന്ന് പറഞ്ഞാൽ ശിവനാണെന്ന് പറഞ്ഞല്ലോ. ശൂലം സ്വശൂല സദൃശമായ മറ്റൊരു ശൂലമാണ്. ശൂലത്തിൽ നിന്ന് ശൂലം കൊണ്ട് അതുപോലെ തന്നെ ശക്തിയുള്ള
പവർഫുള്ളായിട്ടുള്ള ഒരു ആയുധം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം നോക്കാം. ശംഖം ച വരുണശക്തിം ദദൗ തസ്യൈ ഹുദാശന മാരുതോ ദത്തവാംശ്ചാവം ബാണപൂർണേ തഥേഷുധി. ഇവിടെ ശംഖം, ശംഖം, വരുണൻ സമുദ്രദേവനാണ്, ജലത്തിൻ്റെ അധിപതിയാണ്. ശംഖത്തെ കൊടുത്തു, തൻ്റെ ശംഖത്തെ. ഉദാശന ശക്തിം ച, ഉദാശനൻ അഗ്നി തന്നെയാണ്. ഉദാശന ശക്തി എന്ന വേലിനെയും കൊടുത്തു. തസ്യൈ ദദൗ, ആ ദേവിക്ക് കൊടുത്തു. മാരുത ചാപം, മാരുതൻ വായുവാണ്, വില്ലും കൊടുത്തു. മാരുത ചാപം, ചാപം വില്ല്. തഥാ, അതുപോലെ തന്നെ. ബാണപൂർണേ തഥേഷുധി, ബാണപൂർണേ എന്ന് പറഞ്ഞാൽ അമ്പുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ബാണം അമ്പ്, അമ്പുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇഷുധി, തഥാ ഇഷുധി, ഇഷുധി ആവനാഴിയാണ്, ദത്തവാൻ കൊടുത്തു. അതായത് ഒരിക്കലും ഒഴിയാത്ത അമ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആവനാഴികളും കൊടുത്തു. ആ ദേവിക്ക് വരുണൻ ശംഖത്തെ കൊടുത്തു, അഗ്നി വേലിനെ കൊടുത്തു, അതായത് ശക്തി. വായു ഭഗവാൻ വില്ലും ബാണങ്ങൾ നശിക്കാത്ത ആവനാഴികളും കൊടുത്തു. അത് അടുത്ത ശ്ലോകം നോക്കാം. വജ്രമിന്ദ്ര സമുത്പാട്യ കുലിശാദമരാധിപ ദദൗ തസ്യൈ സഹസ്രാക്ഷോ ഖണ്ഡാമൈരാവതാദ്ഗജാത്. അമരാധിപൻ, ദേവകളുടെ രാജാവായ, ആരാണ് ദേവതകളുടെ രാജാവ്? ഇന്ദ്രൻ. സഹസ്രാക്ഷ ഇന്ദ്ര, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ പോലെ സഹസ്രം അക്ഷങ്ങളുള്ളവൻ, 1000 കണ്ണുകളോടുകൂടിയ ഇന്ദ്രൻ. കുലിശാത് വജ്രം, വജ്രായുധത്തിൽ നിന്ന് മറ്റൊരു വജ്രായുധം, അതിന് സമാനമായ മറ്റൊരു വജ്രായുധത്തെ ആകർഷിച്ചെടുത്തു. ഐരാവതാത് ഗജാത്, ഐരാവതം എന്ന ആനയിൽ നിന്ന്. ഖണ്ഡാം സമുത്പാട്യ, ഒരു ഖണ്ഡം മണിയാണ് ആ ആനയുടെ കഴുത്തിലുണ്ടായിരുന്ന മണിയിൽ നിന്ന്, അതുപോലെ ഒരു മണി ആകർഷിച്ചെടുത്ത് തസ്യൈ ദദൗ, ആ ദേവിക്ക് കൊടുത്തു. ദേവരാജാവായി വിളങ്ങുന്ന സഹസ്രാക്ഷൻ, അതായത് 1000 കണ്ണുകളോടുകൂടിയ ഇന്ദ്രൻ വജ്രായുധത്തിൽ നിന്ന് ഒരു വജ്രവും ഐരാവത ഗജത്തിൽ നിന്ന് ഒരു മണിയും ആകർഷിച്ച് വലിച്ചെടുത്ത് ആ ദേവിക്ക് സമ്മാനിച്ചു. സമുത്പാട്യ എന്ന് പറഞ്ഞാൽ ആകർഷിച്ചിങ്ങനെ വലിച്ചെടുക്കുക. നമ്മൾ സിനിമയിലൊക്കെ സാധാരണ കാണില്ലേ ഇങ്ങനെ, അതുപോലെ എന്ന് വിചാരിക്കാം കേട്ടോ. അടുത്ത ശ്ലോകം 23. കാലദണ്ഡാദ്യമോ ദണ്ഡം പാശം ജാമ്പുവതിർദദൗ പ്രജാപതിശാക്ഷമാലാം ദദൗ ബ്രഹ്മാകമണ്ഡലും. യമഹ എന്ന് പറഞ്ഞാൽ യമൻ, അന്തകൻ, കാലൻ. കാലദണ്ഡാത്, യമൻ്റെ കയ്യിലൊരു ദണ്ഡുണ്ട്, വലിയൊരു വടിയാണ് ദണ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാലദണ്ഡത്തിൽ നിന്ന് ദണ്ഡം, കാലദണ്ഡം എന്ന ആയുധം, അതുപോലെ തന്നെയുള്ളൊരു ദണ്ഡിനെ ആവാഹിച്ചെടുത്ത് വലിച്ചെടുത്ത്. അമ്പുപതിഹി വരുണൻ, അമ്പു ജലമാണ്, വരുണൻ. നമ്മൾ കുറച്ചും അടുത്ത കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വരുണൻ ശംഖത്തെ കൊടുത്തു. ഇവിടെ ഇപ്പം അമ്പുപതിഹി വരുണൻ, പിന്നെയും പാശം ച ദദൗ, പാശത്തെയും കയറിനെയും കൊടുത്തു. പ്രജാപതിഹി ബ്രഹ്മ, ഇവിടെ നോക്കുക. ആദ്യം നമ്മൾ ഇതിന് മുമ്പിലത്തെ ശ്ലോകത്തിൽ പ്രജാപതി, ദക്ഷ പ്രജാപതി എന്ന് പറഞ്ഞു. ഇവിടെ പ്രജാപതി ബ്രഹ്മാവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രജകളുടെ പതി ബ്രഹ്മാവ്, സൃഷ്ടാവായ ബ്രഹ്മാവ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അക്ഷമാലാം, ജപമാലയെയും. അതുപോലെ കമണ്ഡലും ചതതൗ, കമണ്ഡലു ഈ മഹർഷിമാരുടെയും മഹർഷിമാരുടെ കയ്യിൽ നമ്മൾ കാണുന്ന ജലപാത്രത്തിനെയാണ് കമണ്ഡലു എന്ന് പറയുന്നത്. ജലപാത്രത്തെയും കൊടുത്തു. യമൻ കാലദണ്ഡത്തിൽ നിന്ന് മറ്റൊരു കാലദണ്ഡത്തെ കൊടുത്തു. അതുപോലെ വരുണൻ പാശം, കയറിനെ കൊടുത്തു. പ്രജാപതിയായ ബ്രഹ്മാവ് ജപമാലയെയും ജലപാത്രത്തെയും ആ ദേവിക്ക് കൊടുത്തു. അമ്പുപതി എന്ന് പറഞ്ഞാൽ വരുണൻ തന്നെയാണ് കേട്ടോ. പ്രജാപതി ബ്രഹ്മാവിൻ്റെ വിശേഷണം, അത് മാറിപ്പോകണ്ട. ഇനി അടുത്ത ശ്ലോകം 24. സമസ്തരോമകൂപേഷു നിജരശ്മീൻ ദിവാകരഃ കാലശ്ച ദത്തവാൻ ഖഡ്ഗം ദസ്യാശ്ചർമ്മച നിർമ്മലം. സമസ്തരോമകൂപേഷു, സമസ്ത അതായത് ദിവാകരഃ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യദേവൻ. സൂര്യദേവൻ സമസ്ത രോമകൂപങ്ങളിലും, ദേവിയുടെ എല്ലാ രോമകൂപങ്ങളിലും നിജരശ്മി, നിജരശ്മി എന്ന് പറഞ്ഞാൽ തൻ്റെ രശ്മികളെയും, സൂര്യൻ്റെ രശ്മികളെയെല്ലാം ആവാഹിച്ച് ദേവിയുടെ രോമകൂപങ്ങളിലേക്ക് അങ്ങാക്കി. കാലഹ ച, കാലനും. തസ്യാഹ, ആ ദേവിക്ക് ഖഡ്ഗം വാളിനെയും. നിർമ്മലം ച ചർമ്മ ച ദത്തവാൻ, ദീപ്തിമത്തായ പരിചയെയും. നിർമ്മലം എന്നിവിടെ ഉദ്ദേശിക്കുന്ന പരിശുദ്ധം എന്നല്ല, മറ്റുള്ള വരിൽ നിന്നുള്ള ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണത്തെ വെട്ടുതടുക്കാനാണല്ലോ നമ്മൾ പരിചയം ഉപയോഗിക്കുന്നത്. അങ്ങനെ ആക്രമണത്തെ തടുക്കാൻ പാകത്തിനുള്ള പരിചയെ കൊടുത്തു എന്ന് വേണമെങ്കിലും
പറയാം. അതായത് ദീപ്തിമത്തായ പരിചയെയും കൊടുത്തു. അപ്പോൾ സൂര്യഭഗവാൻ സമസ്ത രോമകൂപങ്ങളിലും തൻ്റെ രശ്മികളെയും കാലൻ ഖഡ്ഗത്തെയും ദീപ്തിമത്തായ പരിചയെയും ആ ദേവിക്ക് കൊടുത്തു. അതുപോലെ തസ്യൈ എന്ന ചതുർത്ഥിക്ക് പകരം ഇവിടെ തസ്യാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷഷ്ടി വിഭക്തിയാണ്. സംസ്കൃതം അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. പക്ഷേ അതിവിടെ കുഴപ്പമില്ല, പ്രയോഗിക്കാറുണ്ട് അങ്ങനെ. അതനുസരിച്ച് അതായത് ഛന്ദസ്സിൽ ബഹുലം ഛന്ദസ്സി എന്ന മുറപ്രകാരം ഛന്ദസ്സിൽ ചതുർത്ഥിക്ക് പകരം ഷഷ്ടി പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തെറ്റില്ല കേട്ടോ. ഇനി ചർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ത്വക്ക്, തോല് എന്നൊക്കെയാണ് ചർമ്മത്തിന് നമ്മൾ പഠിച്ചിരിക്കുന്ന അർത്ഥം. ഇവിടെ ഈ അംഗസംരക്ഷണ അവയവങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു പലകയായിട്ടാണ് ചർമ്മം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പിന്നെ അതിനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ തുകല് കൊണ്ട് മൂടിയതായാൽ നമുക്ക് വേണമെങ്കിൽ ചർമ്മം എന്ന് പറയാം. അങ്ങനെ മൂടിയ പരിചയമാണെങ്കിൽ ഇപ്പം തസ്യ ചർമ്മ ച എന്നതിൽ തസ്യ ആഹ ചർമ്മ എന്ന് പരിച്ഛേദമായിട്ട് പറയാം. ആ വാളിന് ആ അനുരൂപം, അതായത് അനുരൂപമായ ആ എന്നുള്ള ഇത് വരാം. അനുരൂപമായ ചർമ്മ പരിച എന്നർത്ഥം. തസ്യൈ ചർമ്മ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കണക്കാക്കേണ്ട. നമ്മളിവിടെ അർത്ഥം മനസ്സിലാക്കുക എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അടുത്ത 25ാമത്തെ ശ്ലോകത്തിൻ്റെ 1-ാമത്തെ വരി നോക്കാം. ക്ഷീരോദശ്ചാമലം ഹാരം അജരേച തഥാംബരെ. ഇവിടെ ക്ഷീരോദ എന്ന് പറഞ്ഞാൽ ക്ഷീരം, ക്ഷീരോദ, അമലം, ഹാരം, പാൽക്കടൽ, നിർമ്മലമായ മുത്തുമാലയും. അതായത് ക്ഷീരം പാലാണ്, പാൽക്കടൽ നിർമ്മലമായ മുത്തുമാലയെ കൊടുത്തു. തഥാ അജരേ അംബരെ, ഹാരം മാലയാണ്, മുത്തുമാലയെ കൊടുത്തു. അജരേ എന്ന് പറഞ്ഞാൽ ജര എന്ന് പറഞ്ഞാൽ ജരം നശിക്കുന്നത്, അജരം നശിക്കാത്തത്, അജരേ ഒരിക്കലും നശിക്കാത്തവ. അതായത് എന്നും നിത്യ നൂതനങ്ങൾ, അതായത് എന്നും പുതുമയോടെ ഇരിക്കുന്നതിനെയാണ് ഇവിടെ അജരേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ച തഥാ അംബരേ, ച അതും, അതായത് തഥാ അംബരേ ആ മുത്തുമാല കൊടുത്തു. അതുകൂടാതെ അമ്പരം, നിത്യനൂതനമായിരിക്കുന്ന വസ്ത്രങ്ങൾ, അമ്പരം വസ്ത്രമാണ്, ആകാശമെന്നും അർത്ഥമുണ്ട്. ഇവിടെ വസ്ത്രമാണ്. തഥാ അമ്പരെ, വസ്ത്രങ്ങളും കൊടുത്തു ഇവിടെ. ഇനി അടുത്തത് ചൂടാമണിം തഥാ ദിവ്യം കുണ്ടലേ കടകാനിച എന്ന അടുത്ത ഈ ശ്ലോകം നോക്കുക. 25ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർദ്ധമാണ്. ചൂടാമണി അതുമുതൽ വേറെ ദേവന്മാർ കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ചൂടാമണിം തഥാ ദിവ്യം കുണ്ടലേ കടകാനിജ. ചൂടാമണി എന്ന ദിവ്യ ആഭരണം, ദിവ്യമായ ശിരസിൽ ധരിക്കുന്നതാണ് ചൂടാമണി. നമുക്കറിയാം സീതാദേവി രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന വഴിക്ക് ഋഷ്യമുഖാചലത്തിൽ നിന്ന് സുഗ്രീവനും ബാലിയെല്ലാം കൂടെ, ബാലിക്ക് കയറാൻ പാടില്ലായിരുന്നല്ലോ, അപ്പം സുഗ്രീവനും ലക്ഷ്മണനും എല്ലാം ഇത് എറിഞ്ഞിട്ട് കൊടുക്കുന്നത്, അതായത് ചൂടാമണി അഴിച്ചിട്ട് കൊടുത്തു എന്ന് നമ്മൾ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് അഴിച്ചിട്ട് കൊടുത്ത് നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. ആ ചൂടാമണിയാണ്. ചൂടാമണി എന്ന് പറഞ്ഞാൽ ശിരസിൽ ധരിക്കുന്ന ഒരു ആഭൂഷണം എന്ന് മനസ്സിലാക്കിയാൽ മതി. ദിവ്യമായ ചൂടാമണി. തഥാ ദിവ്യം കുണ്ടലേ കടകാനി. കുണ്ടലം കാതിൽ ധരിക്കുന്ന ആഭരണമാണ് കുണ്ടലം. കടകാനി എന്ന് പറഞ്ഞാൽ കടകം വളകളാണ്. കടകാനി വളകളും എന്നാണ് കടകാനി ച. അപ്പോൾ അർദ്ധചന്ദ്രം തഥാ ദിവ്യം ഗേയൂരാൻ സർവബാഹുഷു. ഇവിടെ 25ാമത്തെ ശ്ലോകമാണ്. അർദ്ധചന്ദ്രം തഥാ ദിവ്യം ഗേയൂരാൻ സർവബാഹുഷു, സർവബാഹുക്കളിലും സകല കൈകളിലും. അർദ്ധചന്ദ്രം എന്ന് പറഞ്ഞാൽ അർദ്ധചന്ദ്രൻ, ശുഭമായ അർദ്ധചന്ദ്രവും. സർവബാഹുഷു കേയൂരാൻ, എല്ലാ കൈകളിലും തോൾവളകളും. കേയൂരം കേയൂരാൻ, എല്ലാ കൈകളിലും തോൾവളകളും. തദ്വത്, അതുപോലെ. അങ്കുലി നൂപുരൗ വിമലൗ തദ്വത് ഗ്രൈവേഗമനുത്തമം. അതിൻ്റെ 2ാമത്തെ വരി നോക്കുക. 25ാമത്തെ. നൂപുരം എന്ന് പറഞ്ഞാൽ കാലിൽ ധരിക്കുന്ന കാൽ ചിലമ്പിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാദസരത്തിന് മുകളിലിങ്ങനെ ദേവിയുടെ കാലിലെ കാൽ ചിലമ്പ് അറിയാം, നമുക്കറിയാം. വെളിച്ചപ്പാടൊക്കെ കാലിലിങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ചിലമ്പ്. അങ്കുലി നൂപുരവും വിമലവും തദ്വത്, അപ്രകാരം തന്നെ വിമലവും നൂപുരവും, നിർമ്മലങ്ങളായ നൂപുരങ്ങളും കാൽച്ചിലമ്പുകളും. അതുപോലെ ഗ്രൈവേഗമനുത്തമം, അതുപോലെ തന്നെ ഉത്തമമായ ആ ഗ്രൈവേഗം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ഠാഭരണം തന്നെയാണ്, അത്യുത്തമമായ കണ്ഠാഭരണങ്ങളും. അടുത്ത 26ാമത്തെ ശ്ലോകം നോക്കാം. അങ്കുലീയകരത്നാനി സമസ്താസ്വാങ്കുലീഷു ച വിശ്വകർമാ ദദൗദസ്യൈ പരശും ച അതിനിർമ്മലം. ച അതിനിർമ്മലമാണ്.
അങ്കുലീയകരത്നാനി, അങ്കുലീയം മോതിരങ്ങളാണ്, രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശ്രേഷ്ഠങ്ങളായ മോതിരങ്ങൾ. സമസ്ത സ്വങ്കുലീഷുജ, സമസ്ത എന്ന് പറഞ്ഞാൽ എല്ലാ വിരലുകളിലും മോതിരത്തെ കൊടുത്തു എന്നാണ്. തസ്യ അങ്കുലീഷു ജ വിശ്വകർമ്മ ദദൗ തസ്യൈ പരശും ജാതി നിർമ്മലം. വിശ്വകർമാവെന്ന ദേവശില്പി ദദൗ കൊടുത്തു, തസ്യൈ ആ ദേവിക്ക്, പരശും ച അതിനിർമ്മലം. പരശു എന്ന് പറഞ്ഞാൽ ഇവിടെ കോടാലിയാണ്, നമുക്ക് അറിയാതെ ദേവിയുടെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും. അതിനിർമ്മലമായ കോടാലിയും കൊടുത്തു. അനേക രൂപാണി എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള എന്നാണ്, പല പ്രകാരത്തിലുള്ള അസ്ത്രങ്ങൾ. തഥാ അപ്രകാരം, അഭേദ്യം മുറിക്കാൻ പറ്റാത്ത, ഭേദിക്കാൻ പറ്റാത്ത, ദംശനം ച ദദൗ. അസ്ത്രാണ്യനേക രൂപാണി തഥാഭേദ്യം ച ദംശനം. 27ാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധമാണ് 1ാമത്തെ വരി. അസ്ത്രാണ്യനേക രൂപാണി തഥാഭേദ്യം ച ദംശനം. അതായത് ദംശിക്കാൻ പറ്റാത്തത്, അഭേദിക്കാൻ പറ്റാത്തത്, മുറിക്കാൻ പറ്റാത്ത ച ദംശനം. ഇവിടെ കവചം ആണ് ഉദ്ദേശിക്കുന്നത്. പരിച പോലെ തന്നെ കവചവും കൊടുത്തു. അപ്പോൾ വിശ്വകർമാവാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. ചൂടാമണി മുതൽ ഇങ്ങോട്ടുള്ളത് ദിവ്യമായ ചൂടാമണി, അതുപോലെ തന്നെ കുണ്ടലങ്ങൾ, വളകൾ, ശുഭ്രമായ അർദ്ധചന്ദ്രന്, അതുപോലെ തന്നെ എല്ലാ കൈകളിലും തോൾവളകൾ, നിർമ്മലങ്ങളായ കാൽച്ചിലമ്പുകൾ, വളരെ ശ്രേഷ്ഠങ്ങളായ കണ്ഠാഭരണം, എല്ലാ വിരലുകളിലും മോതിരങ്ങൾ, അതുപോലെ നിർമ്മലമായ കോടാലി, പലവിധത്തിലുള്ള അസ്ത്രങ്ങൾ, മുറിക്കാൻ പാടില്ലാത്ത കവചം. മുറിക്കാൻ പാടില്ലാത്ത കവചം എന്ന് പറഞ്ഞാൽ വെട്ടുകൊണ്ടാൽ മുറിഞ്ഞു പോകാത്ത, കേടുപാട് പറ്റാത്ത പരിച എന്നേ അർത്ഥമുള്ളൂ. മുറിക്കാൻ പറ്റാത്ത കവചം എന്ന് പറഞ്ഞാൽ. ഇനി ചൂടാമണി മുതൽ എല്ലാ ശ്ലോകത്തിലും ദേവശില്പിയായ വിശ്വകർമ്മ തന്നെയാണ് ഈ കൊടുക്കുന്നത്. എല്ലാ സാധനങ്ങളും ദേവിക്ക് കൊടുത്തിരിക്കുന്നത് വിശ്വകർമാവാണ്. അതുകൊണ്ട് അടുത്ത ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. 27ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാമത്തെ വരി നോക്കുക. അമ്ലാന പങ്കജാം മാലാം ശിരസ്യുരസിജാവരാം. അമ്ലാന പങ്കജാം എന്ന് പറഞ്ഞാൽ വാടാത്ത താമരപ്പൂക്കളാണ്. പങ്കജം താമര, അമ്ലാന പങ്കജാം വാടാത്ത താമരപ്പൂക്കൾ കൊണ്ടുള്ള മാലകൾ. ശിരസ്യുരസി ച അപരാം, ശിരസിലും ഉരസിലും, അതായത് തലയിലും മാറിലും. ച അപരാം. ഈ അപരാം എന്നുള്ള വാക്കിന് 2-3 അർത്ഥങ്ങൾ നമുക്ക് തോന്നാം ഇവിടെ. അതൊന്ന് ഒന്നിൽ നിന്നൊന്ന് മറ്റൊന്ന് വളരെ ശ്രേഷ്ഠമായി തോന്നുക എന്നുള്ളതാണ് ആദ്യത്തെ തന്നെ. ഇവിടെ ശിരസിലും മാറിലും വേറെ വേറെ എന്ന് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ഇതിന് പരമായി മറ്റൊന്നില്ലാത്ത അത്രമാത്രം ശ്രേഷ്ഠമായത്. അതല്ലെങ്കിൽ ഏത് സാധനം, ഏത് വസ്തു നമ്മൾ ധരിക്കുമ്പോൾ ആ പരന്മാർ, അതായത് ഇവിടെ ശത്രുക്കൾ ഇല്ലാതെയാകുന്നുവോ അത് എന്ന് വേണമെങ്കിലും നമുക്കെടുക്കാം. അല്ലെങ്കിൽ യാതൊരു ദേവിയിൽ തന്നെ സദാ ചേർന്നിരിക്കുന്ന ആണോ അത്, അല്ലെങ്കിൽ ശിരസിനും, നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ ശിരസിലും മാറിലും വെവ്വേറെ എന്ന് വേണമെങ്കിലും നമുക്കെടുക്കാം. അപ്പോൾ ഇവിടെ ദേവശില്പി കൊടുത്തു കഴിഞ്ഞിപ്പം നമുക്ക് നോക്കാം. ഇനി അമ്ലാന പങ്കജാം മാലാം ശിരസ്യുരസിജാവരാം അതത് ജലധിസ്തസ്യൈ പങ്കജം ജാതി ശോഭനം ഹിമവാൻ വാഹനം സിംഹം രത്നാനി വിവിധാനി ച. 28ാമത്തെ ശ്ലോകമാണത്. അപ്പോൾ അതദത് ജലധി സമുദ്രമാണ്. തസ്യൈ ഇവിടെ ജലധി സമുദ്രം കൊടുത്തു. എന്താണ് കൊടുത്തത്? അമ്ലാന പങ്കജാം മാലാം ശിരസ്യുരസി ചാപരം, വാടാത്ത താമരപ്പൂക്കൾ കൊണ്ടുള്ള മാല ശിരസിലേക്കും മാറിലേക്കും പ്രത്യേകം വേറെ വേറെ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതത് എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് തന്നെയാണ്. ജലധി സമുദ്രം ആ ദേവിക്ക് കൊടുത്തത്. പങ്കജം ച അതിശോഭനം എന്ന് പറഞ്ഞാൽ വളരെയധികം ശോഭിക്കുന്ന മനോഹരമായ താമര തന്നെ, ഒരു താമരപ്പൂ തന്നെ കൊടുത്തു. പിന്നെ ഹിമവാൻ വാഹനം സിംഹം. ഹിമവൻ പർവ്വതരാജനാണ് ഹിമവാൻ. ആ ഹിമാചലം വാഹനം സിംഹം, ഒരു വാഹനമായിട്ട് ദേവിക്ക് സിംഹത്തെ കൊടുത്തു. രത്നാനി, അത് മാത്രമല്ല, രത്നങ്ങൾ, വിവിധങ്ങളായ രത്നങ്ങളും വിവിധാനി രത്നങ്ങളും കൊടുത്തു. അപ്പോൾ ആ ദേവിക്ക് സമുദ്രം ശിരസിലും മാറിലും ഒരിക്കലും പാടാത്ത ഓരോ താമരമാലയും അതുപോലെ തന്നെ മനോഹരമായ താമരപ്പൂവും കൊടുത്തു. ഹിമവാൻ സിംഹവാഹനവും പല വിധത്തിലുള്ള രത്നങ്ങളും കൊടുത്തു. ഇവിടെ 27ാമത്തെ ശ്ലോകത്തിൽ 27ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാമത്തെ വരിയിലും അതുപോലെ 28ാമത്തെ ശ്ലോകത്തിലും കൊടുക്കുന്നത് ജലധിയാണ്, സമുദ്രമാണ്. ഇനി
അടുത്തത് 29ാമത്തെ ശ്ലോകത്തിൽ ദദാവശൂന്യം സുരയാ പാനപാത്രം ധനാധിപ ശേഷശ്ച സർവനാഗേശോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദദോദസ്യൈ ധത്തേ യ പൃഥ്വീമിമാം. ഇവിടെ നോക്കാം നമുക്ക്. ദദാവ് അശൂന്യം, അശൂന്യം എന്ന് പറഞ്ഞാൽ ശൂന്യമല്ലാത്തത്, അതായത് നിറഞ്ഞിരിക്കുന്നത്. സുരയാ, സുര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം മദ്യത്തിനെയാണ് ദേവന്മാരൊക്കെ ഉപയോഗിക്കുന്ന മദ്യത്തിനെയാണ് സുര എന്ന് പറഞ്ഞിരിക്കുന്നത്. പാനപാത്രം, സുര കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മദ്യം കൊണ്ട്, മധു കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പാനപാത്രം, കുടിക്കാനുള്ള പാത്രം. ധനാധിപൻ ആരാണ് ഇവിടെ? വൈശ്രവണനാണ്. വൈശ്രവണൻ ഒരു സുര കൊണ്ട്, മധു കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പാനപാത്രത്തെ കൊടുത്തു. അതുപോലെ അശൂന്യം പാനപാത്രം എന്ന് പറഞ്ഞാൽ ശൂന്യമല്ലാത്ത പരിപൂർണമായി നിറഞ്ഞിരിക്കുന്ന യ ഇമാം പൃഥ്വീം ധത്തേ. അതുപോലെ യ ഇമാം പൃഥ്വീം, ഏതൊരുത്തനാണോ ഈ ഭൂമിയെ ധരിക്കുന്നത്, അതാണ് ധത്തെ, ധരിക്കുന്നത്. സർവനാഗേശ, സർവനാഗങ്ങളുടെയും അധിപനായ ശേഷ അനന്തൻ. ശേഷനാഗമാണ് ഈ സർവ ഭൂമിയെയും ധരിച്ചിരിക്കുന്ന നാഗം. മഹാമണി വിഭൂഷിതം, മഹാമണി വിഭൂഷിതം, അതായത് ശ്രേഷ്ഠങ്ങളായ ഉത്തമ രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട, വിഭൂഷിതം അലങ്കരിക്കപ്പെട്ട നാഗഹാരവും. നാഗഹാരം തസ്യൈ ദദോ, ആ ദേവിക്ക് കൊടുത്തു. ഇവിടെ നാഗങ്ങളും സർപ്പങ്ങളും രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു വക ദേവയോനികളാകുന്ന, അതായത് ദേവയോനിയിൽ ജനിച്ചവരാണ് ഈ നാഗങ്ങൾ. അതുപോലെ ആനന്ദോ നാഗരാജസ്യാത് സർപ്പരാജസ്ഥു വാസുകി എന്ന് പറയുന്നുണ്ട്. അതായത് നാഗങ്ങളുടെ തലവൻ, അധിപൻ എന്ന് പറഞ്ഞാൽ അനന്തനാണ്. സർപ്പങ്ങളുടെ അധിപ വാസുകിയുമാണ്. അതുപോലെ ഇവിടെ നോക്കുക, വൈശ്രവണൻ, നമുക്ക് ആ അർത്ഥം നോക്കാം. വൈശ്രവണൻ സുധ കൊണ്ട്, അതായത് മധുകൊണ്ട് സർവദാ പരിപൂർണമായിരിക്കുന്ന പാനപാത്രവും, ഈ ഭൂമിയെ ധരിക്കുന്നവനും സകല നാഗങ്ങളുടെയും അധിപനും ആയ അനന്തൻ ശ്രേഷ്ഠങ്ങളായ രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട നാഗഹാരവും ആ ദേവിക്ക് കൊടുത്തു എന്നാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. സമ്മാനിത നനാദോച്ചൈ സട്ട്, ഒരു ലൈൻ വിട്ടുപോയി. അന്യൈരപി സുരൈർദേവി ഭൂഷണൈരായുധൈസ്തഥാ സമ്മാനിത നനാദോച്ചൈ സാട്ടഹാസം മുഹുർമുഹു തസ്യാ നാദേന ഘോരേണ കൃത്സ്നം ആപൂരിതം നഭഃ. ഇവിടെ 30ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം, അതായത് 2ാമത്തെ ലൈനും അന്യൈരപി സുരൈർദേവി എന്ന്. ഭൂഷണൈരായുധൈസ്തഥാ, ഭൂഷണം എന്ന് പറഞ്ഞാൽ ഭൂഷണ, ആഭൂഷണ, അലങ്കാര വസ്തുക്കൾ, ആഭരണങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. ദേവി അന്യൈ സുരൈ അഭി, മറ്റുള്ള ദേവന്മാരാലും തഥാ പ്രകാരം തന്നെ ഭൂഷണൈഹി, ഭൂഷണങ്ങളെ കൊണ്ടും അലങ്കാരങ്ങളെ കൊണ്ടും, ആയുധൈഹി, ആയുധങ്ങളെ കൊണ്ടും, സമ്മാനിത, സമ്മാനിക്കപ്പെട്ടവളായിട്ട്, മുഹു ഉച്ചൈ, പിന്നെയും പിന്നെയും ഉച്ചത്തിൽ, സാട്ടഹാസം നനാദ, അതായത് വളരെ വലിയ ഉച്ചത്തിൽ അട്ടഹസിച്ചു എന്നാണ്. ഇങ്ങനെ ദേവന്മാരെല്ലാം വിവിധങ്ങളായുള്ള അലങ്കാരങ്ങളെയും ആയുധങ്ങളെയും ഒക്കെ കൊണ്ട് ദേവിക്ക് ഇങ്ങനെ ദേവിയെ അലങ്കരിച്ച് ദേവിക്ക് ഈ ആയുധങ്ങളൊക്കെ സമ്മാനിച്ച് കഴിഞ്ഞപ്പോൾ ദേവി ഇതെല്ലാം കൊണ്ട് സജ്ജയായി വളരെ ഉച്ചത്തിൽ അട്ടഹസിച്ച് അലറി. സാട്ടഹാസം നനാദ. തസ്യാഹ ഘോരേണ നാദേന, ദേവിയുടെ, തസ്യാഹ ദേവിയുടെ, ആ ഘോരേണ എന്ന് പറഞ്ഞാൽ ഘോരമായ ഭയങ്കരമായ, നാദേന നാദത്താൽ, ശബ്ദത്താൽ, നഭഃ, നഭം ആകാശം, കൃത്സ്നം ആപൂരിതം, അതായത് ആകാശം മുഴുവനും അങ്ങ് നിറഞ്ഞു. അതായത് മാറ്റൊലി മുഴങ്ങിക്കേട്ടു, ആകാശം മുഴുവനും ആ ശബ്ദം അങ്ങ് വ്യാപിച്ച് നിറഞ്ഞു എന്നർത്ഥം. ഇനി അടുത്ത് ഇവിടെ ദേവി മറ്റുള്ള ദേവന്മാരാലും അപ്രകാരം തന്നെ അവരെ അന്യദേവന്മാരും ഭൂഷണങ്ങൾ, അതായത് അലങ്കാര വസ്തുക്കളും ആഭരണങ്ങളും എല്ലാം ദേവിക്ക് സമ്മാനിച്ചിട്ട് അത് എല്ലാം അണിഞ്ഞ് ആയുധസജ്ജയായി ദേവിയുടെ ആ രൂപത്തിൽ ഭയങ്കരമായ നാദത്തിൽ ആകാശം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ശബ്ദത്തിൽ, അതായത് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശബ്ദത്തിൽ വളരെ ഉച്ചത്തിൽ അലറി അട്ടഹസിച്ചു എന്ന് സാരം. ഇനി 32ാമത്തെ ശ്ലോകം.
അമായതാദിമഹതാ പ്രതിശബ്ദോ മഹാനഭൂത് ചുക്ഷുഭുത് സകലാലോക സമുദ്രാശ്ച ചകമ്പിരെ. ഇവിടെ ചുക്ഷുഭു എന്ന് പറഞ്ഞാൽ ചലിച്ചു എന്നേ അർത്ഥമുള്ളൂ. അമായതാദി മഹത, അളവറ്റതും അതിശ്രേഷ്ഠവുമായ, അതുപോലെ അതിഭയങ്കരവുമായ എന്ന് പറയാം. ആ നാദത്താൽ അമായതാദി മഹത പ്രതിശബ്ദോ മഹാനഭൂത്. പ്രതിശബ്ദം എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിയാണ്. ദേവി പുറപ്പെടുവിച്ച ശബ്ദത്തിന് അത് നമ്മൾ കിണറ്റിലേക്കൊക്കെ നോക്കിയിട്ട് ശബ്ദം വെക്കുമ്പോൾ അത് തിരിച്ചു വരും. ആ ശബ്ദം അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോഴേ നമ്മളത് രസകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ ശബ്ദം മാറ്റൊലിക്കൊണ്ട്, അതായത് ആകാശത്തിൻ്റെ ദിക്കുകളുടെ അങ്ങേയറ്റത്ത് എന്നിട്ട് ആ ശബ്ദം തിരിച്ചു വന്നു പ്രതിധ്വനിയായിട്ട് എന്നാണ്. അതായത് മഹാൻ പ്രതിശബ്ദ അഭൂത്, വളരെ വലിയ ഒരു പ്രതിധ്വനി ഉണ്ടായി. നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത, അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ശബ്ദമാണിത് കേട്ടോ. അതിനൊക്കെ അപ്പുറത്താണ്. സകലാഹ ലോകാഹ ചുക്ഷുഹു, ഈ ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയാൽ സകലാഹ ലോകാഹ, സകല ലോകങ്ങളും ഭുവനങ്ങളും, അതായത് 14 ലോകങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ എല്ലാ ലോകങ്ങളും കുലുങ്ങി എന്നർത്ഥം. സമുദ്രാഹ കമ്പിരേ, സമുദ്രങ്ങളും ഇളകി മറിഞ്ഞു. ആ ദേവി അട്ടഹസിച്ച ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഉണ്ടായി, വലിയ പ്രതിധ്വനി ഉണ്ടായി. ലോകങ്ങളെല്ലാം കുലുങ്ങുകയും സമുദ്രങ്ങൾ കലങ്ങുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 33-ാമത്തെ. ചചാല വസുധാജേലു സകലാശ്ച മഹീധരാഹ ജയേതി ദേവാശ്ച മുദ താമൂജു സിംഹവാഹിനിം. വസുധ ചചാല, ഭൂമി കുലുങ്ങി അല്ലെങ്കിൽ ഇളകി എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലേ പറഞ്ഞു. സകലാഹ മഹീധരാഹ, ഇവിടെ മഹീധരൻ എന്നുദ്ദേശിച്ചിരിക്കുന്ന മഹീധരാഹ പർവ്വതങ്ങളെയാണ്. സകലാഹ എല്ലാ പർവ്വതങ്ങളും. ചേലുഹു, ചേലുഹു ചലിച്ചു. ദേവാഹ ദേവന്മാർ. താം സിംഹവാഹിനിയും, ആ സിംഹവാഹിനിയായ ഹിമവാൻ സിംഹത്തെ കൊടുത്തിരുന്നല്ലോ. ഇപ്പോൾ സിംഹത്തിൻ്റെ മുകളിലാണ് ദേവി ആസനസ്ഥയായിരിക്കുന്നത്. അപ്പോൾ ആ ദേവിയോട് ജയ ഇതി, ജയിച്ചാലും എന്ന് ദേവന്മാർ വിളിച്ചു പറഞ്ഞു. മുദ ഊജുഹു, മുദ സന്തോഷത്തോടുകൂടി, ഊജു പറഞ്ഞു, പറയുകയും ചെയ്തു. അപ്പോൾ ദേവിയുടെ അട്ടഹാസം കേട്ടിട്ട് ഭൂമി കുലുങ്ങി, പർവ്വതങ്ങളെല്ലാം ഇളകി. ദേവകൾ സിംഹവാഹിനിയായ ആ ദേവിയോട്, സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ദേവിയെ കണ്ട് ദേവിയോട് പറഞ്ഞു, അവിടുന്ന് ജയിച്ചാലും എന്ന് വളരെ സന്തോഷത്തോടുകൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന് സാരം. അടുത്ത 34-ാമത്തെ ശ്ലോകം. തുഷ്ടൂർമുനയശ്ചൈനാം ഭക്തിനമ്രാത്മമൂർത്തയഃ ദൃഷ്ട്വാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യം അമരാരയ. 35-ാമത്തെ 1-ാമത്തെ ശ്ലോകം കൊണ്ട് പറയാം. സന്നദ്ധാഖില സൈന്യാസ്തേ സമുത്തസ്തുരുദായുധാഹ. ഈ മുനയഃ എന്ന് പറഞ്ഞാൽ മുനിമാരാണ്. ഭക്തി ആത്മമൂർത്തയഃ, ഭക്തി കൊണ്ട് നമ്രമായ ആത്മമൂർത്തയഃ എന്ന് പറഞ്ഞാൽ ശരീരങ്ങളോടും ആത്മാവോടും കൂടിയവരാണ്. എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ മുനിമാരെന്ന് പറഞ്ഞാൽ അവർ ശ്രേഷ്ഠന്മാരാണ് നമ്മൾ മനുഷ്യരെക്കാളും. അവർ പോലും നമ്മളെക്കാളൊക്കെ ഏറെ, അവർക്ക് ദേവകളുടെ തൊട്ടടുത്ത സ്ഥാനമാണ് മുനിമാർക്ക്. അപ്പോൾ ഭക്തി നമ്രാത്മമൂർത്തയ, അവർ ഭക്തി കൊണ്ട് സ്വശരീരത്തെ വളച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് അവർ കുനിഞ്ഞു ദേവിയെ കുമ്പിട്ടു എന്നാണ് അർത്ഥം. ഏനാം ദുഷ്ടൂഹു ച, അതുപോലെ കുനിഞ്ഞു നിന്നിട്ട് അവർ ഈ ദേവിയെ സ്തുതിക്കുകയും ചെയ്തു. തുഷ്ടൂഹു ച, തുഷ്ടു സ്തുതിക്കുക, ഈ ദേവിയെ സ്തുതിക്കുകയും ചെയ്തു. അമരാരയ, ഇനി അമരന്മാർ ദേവന്മാരാണ്. അമരാരയൻ എന്ന് പറഞ്ഞിരിക്കുന്ന അമരന്മാരുടെ ശത്രു ദേവനാണ്. ദേവന്മാരുടെ ശത്രു അസുരന്മാരാണ്. ഇവിടെ മഹിഷൻ മുതലായ അസുരന്മാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സമസ്തം ത്രൈലോക്യം, അതായത് 3 ലോകം, ത്രൈലോക്യം 3 ലോകം മുഴുവനും, സമസ്തം മുഴുവനും. സംക്ഷുബ്ധം ദൃഷ്ട്വാ, ക്ഷോഭിച്ചതായി കണ്ടിട്ട്, സംക്ഷുബ്ധമായിരിക്കുന്നതായി കണ്ടിട്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ, സമുദ്രം കലങ്ങി, ലോകങ്ങളെല്ലാം കുലുങ്ങി, പർവ്വതങ്ങൾ കുലുങ്ങി. അതുപോലെ ദേവിയുടെ അട്ടഹാസത്തിൻ്റെ പ്രതിധ്വനി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷുബ്ധമായ അവസ്ഥയെ കണ്ടിട്ട് തേ സന്നദ്ധാഖില സൈന്യാഹ, തേ അവർ തയ്യാറാക്കപ്പെട്ട സന്നദ്ധരായ അഖില സൈന്യങ്ങളെയും കൂടി, സൈന്യത്തോടും കൂടി, അഖില
സകല സൈന്യങ്ങളോടും കൂടിയവരായി. ഉദായുധാഹ, ഉദായുധാഹ എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോടുകൂടി. സമുത്തസ്തുഹു, അവർ എഴുന്നേറ്റ് നിന്നു, എല്ലാവരും എഴുന്നേറ്റ് നിന്നു. മുനികൾ ഭക്തി കൊണ്ട് അവരുടെ സ്വശരീരങ്ങൾ പതുക്കെ കുനിഞ്ഞ് ഈ ദേവിയെ സ്തുതിച്ചു. അത് 3 ലോകങ്ങളും മുഴുവൻ ഇങ്ങനെ ക്ഷുബ്ധമായി കണ്ടിട്ട് മഹിഷൻ മുതലായ അസുരന്മാർ അവരുടെ സകല സൈന്യങ്ങളോടും കൂടി, അതായത് ആയുധസജ്ജരായ സകല സൈന്യങ്ങളോടും കൂടി ആയുധങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് അവർ യുദ്ധത്തിനായിക്കൊണ്ട് എഴുന്നേറ്റു എന്ന് സാരം. ഇനി 36-ാമത്തെ ശ്ലോകം, 35-ാമത്തെ 2-ാമത്തെ വരിയും. ആകിമേതദിതി ക്രോധതാഭാഷ്യ മഹിഷാസുരഃ അഭ്യധാവതം ശബ്ദമശേഷൈരസുരൈർവൃതഃ. മഹിഷാസുരഃ, മഹിഷാസുരൻ. ആ ഏതത് കിം ഇതി, ആ അത്, ഇതെന്ത്, ആ ശബ്ദം, കിം ഇങ്ങനെ, ഏത്, എന്ത്, എന്താണ് ഈ ശബ്ദം എന്നറിയാതെ വെപ്രാളം പിടിച്ച് ക്രോധാത് ആഭാഷ്യ, ക്രോധം കൊണ്ട്, അതായത് കോപം കൊണ്ട്, കോപം നിമിത്തം ഇതെന്താണ് ശബ്ദം എന്ന് പറഞ്ഞ് അശേഷൈ അസുരൈ, എല്ലാ അസുരന്മാരാലും വൃതഃ ചുറ്റപ്പെട്ടവരായിട്ട് അവർ തം ശബ്ദം അഭ്യതാവത, ആ ശബ്ദത്തിൻ്റെ നേരെ ഓടി. അതായത് എല്ലാവരും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കോപം മൂലം വളരെ ഉദ്ധതന്മാരായിട്ട് ഈ ശബ്ദം കേട്ട ദിക്കിലേക്ക് എല്ലാവരും ഓടി. ഇനി അടുത്തത് നോക്കാം. 36-ാമത്തെ ശ്ലോകത്തിൻ്റെ 2-ാമത്തെ വരി മുതൽ. സദദർശ തതോ ദേവീം വ്യാപ്തലോകത്രയാം ദുഷ പാദാക്രാന്ത്യാനദഭുവം കിരീടോല്ലിഖിതാംബരാം ക്ഷോഭിതാശേഷപാതാളാം ധനുർജ്യാ നിസ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന്താത് വ്യാപ്യ സംസ്ഥിതാം. ഇവിടെ തതഃ സ, അനന്തരം അവൻ, അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മഹിഷാസുരൻ, ത്വിഷ തേജസ് കൊണ്ട്, വ്യാപ്തലോകത്രയാം 3 ലോകത്തിലും വ്യാപിച്ചിരിക്കുന്നവളായ, പാദാക്രാന്തിയ, അത് അതായത് കാലുകൊണ്ട് കാൽ ചവിട്ടുകൊണ്ട്, നദഭുവം താഴ്ത്തപ്പെട്ട ഭൂമിയോടുകൂടിയവളായ, കിരീടോല്ലിഖിതാംബരാം കിരീടത്താൽ, കിരീട ഉല്ലിഖിത അംബരം, അംബരം ഇവിടെ അംബരം ആകാശമാണ്, കിരീടത്താൽ സ്പർശിക്കപ്പെട്ട ആകാശത്തോടു കൂടിയവളായ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവിയുടെ കിരീടം ആകാശത്തെ സ്പർശിക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അതായത് ഇവിടെ ദേവിയുടെ ആ അത്ഭുതകരമായ രൂപത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കിരീടോല്ലിഖിതാംബര. ധനുർജ്യാനി സ്വനേന, അതായത് ധനുസ് വില്ലാണ്, വില്ലിൻ്റെ ഞാണൊലി കൊണ്ട്, ആ സ്വനേന എന്ന് പറഞ്ഞ ശബ്ദത്താൽ, ധനുർജ്യാനി സ്വനേന. ക്ഷോഭിതാശേഷ പാതാളാം, അതായത് പാതാളം വരെ ഇളക്കി മറിക്കപ്പെട്ടു, ഇളക്കപ്പെട്ട, അതായത് പാതാള ലോകങ്ങളോട് കൂടിയവളായി, ഒരു ലോകവും ബാക്കിയില്ല, എല്ലാ ലോകവും ഈ വില്ലിൻ്റെ ഞാണൊലി കൊണ്ട് ഇളകി മറിഞ്ഞു എന്ന് അർത്ഥം. അത് ഇനി ഭുജസഹസ്രേണ, ഇവിടെ 1000 കൈകൾ കൊണ്ട്, സമന്താൽ ദിശഃ വ്യാപ്യ, ചുറ്റും ദിക്കുകളെ വ്യാപിച്ചുകൊണ്ട്. അതുപോലെ നമുക്ക് നോക്കാം, സമന്താത് ദിശഃ വ്യാപ്യ എന്ന് പറഞ്ഞാൽ ചുറ്റും ദിക്കുകളെ വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും ദേവിയുടെ ആ രൂപത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സഹസ്രം കൈകൾ, അതായത് 1000 കൈകളുണ്ട്. ദേവിയുടെ കിരീടമാണെങ്കിൽ ആകാശത്തെ മുട്ടുന്ന പോലെ. അതുപോലെ സംസ്ഥിതാം താം ദേവീം ദദർശ, ഇവിടെ സംസ്ഥിതം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്ന, താം ദേവീം ആ ദേവിയെ ദദർശ കണ്ടു. അപ്പം ഈ ശ്ലോകങ്ങളിൽ ഈ 4 വരികളിൽ പറഞ്ഞിരിക്കുന്ന ദേവിയുടെ ആ രൂപത്തെയാണ്, അപ്പോഴത്തെ ആ സ്ഥിതി ചെയ്യുന്ന രൂപത്തെയാണ്. അതായത് പാതാളം വരെ ദേവിയുടെ കാലിൻ്റെ ചവിട്ട് കൊണ്ട് ഇങ്ങനെ താഴ്ത്തപ്പെട്ട അനുഭവമാണ് ഭൂമിയോട് കൂടിയുള്ളായി. അപ്പോൾ അതിൻ്റെ കമ്പനം ബാക്കി എല്ലാവർക്കും അനുഭവപ്പെടും. ആ ദേവിയുടെ ഭയാനകമായ അല്ലെങ്കിൽ വളരെ വലിയ രൂപത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 1000 കൈകൾ എന്ന് വൈകൃതിക രഹസ്യത്തിൽ പറയുന്നുണ്ട്. 18 ഭുജാ പൂജ്യ സാ സഹസ്രഭുജാ സതി എന്ന് പറയുന്നുണ്ട്. സഹസ്രഭുജ 1000 കൈകളോടുകൂടിയവളായിട്ടാണ് ഇവിടെ ദേവിയെ കാണിച്ചിരിക്കുന്നത്. ശ്രീ മഹേശ്വരി നമഃ. അപ്പോൾ നമുക്കിവിടെ മഹിഷാസുരൻ കാണുന്ന രൂപമാണ്. ആ മഹിഷാസുരൻ തേജസ് കൊണ്ട് വ്യാപിച്ചിരിക്കുന്ന 3 ലോകങ്ങളോടും, അതുപോലെ ഭൂമിദേവിയാണെങ്കിൽ കാൽ ചവിട്ടുകൊണ്ട് താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. കിരീടത്താൽ സ്പർശിക്കപ്പെട്ടിരിക്കുകയാണ് ആകാശം. വില്ലിൻ്റെ ഞാണൊലി കൊണ്ട് ഇളക്കപ്പെട്ട്, അതായത് ഇളകി മറിഞ്ഞിരിക്കുകയാണ് എല്ലാ ലോകങ്ങളും, 3 ലോകങ്ങളും.
അങ്ങനെ ഈ ലോകങ്ങളിലെല്ലാം വ്യാപിച്ചവളായി, അതുപോലെ 1000 കൈകളിങ്ങനെ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ദിക്കിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നവളായി ഇരിക്കുന്ന ആ സിംഹത്തിൻ്റെ മുകളിലിരിക്കുന്ന ദേവിയെ കണ്ടു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം 38-ാമത്തെ ശ്ലോകത്തിൻ്റെ 2-ാമത്തെ. തതപ്രവവൃതേ യുദ്ധം ദയാദേവ്യാ സുരദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുധാ മുക്തൈരാദീപിതദിഗന്ധരം. ശസ്ത്രാസ്ത്രൈർബഹുധാ മുക്തൈരാദീപിതദിഗന്ധരം. തതഃ തയാ ദേവ്യ, തതഃ അനന്തരം ആ ദേവിയോടുകൂടി, തയാ ദേവ്യ ആ ദേവിയോടുകൂടി, സുരദ്വിഷാം, സുരദ്വിഷാം എന്ന് പറഞ്ഞാൽ അസുരന്മാർക്ക്, ബഹുധാ മുക്തൈ പല പ്രകാരത്തിൽ, മുക്തൈ പ്രയോഗിക്കപ്പെട്ട, മുക്തരാക്കപ്പെട്ട, ശസ്ത്രാസ്ത്രൈ ഇവിടെ മുക്തരാക്കിയത് ആരെയാണ് നോക്കിയത്? ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും. ഇനി ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ശസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ വയ്ക്കുന്ന വാൾ മുതലായ ആയുധങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വില്ല് ഇങ്ങനെ തൊട്ടിത്തരുന്ന നമ്മൾ ബാണമില്ലേ, അമ്പയക്കിയില്ലേ, അമ്പ് പോലെയുള്ള ആയുധങ്ങളെയാണ് അസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ശസ്ത്രാസ്ത്രൈ, ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും. ആദീപിത ദിഗന്ധരം, പ്രകാശിപ്പിക്കപ്പെട്ട ദിഗന്ധരത്തോട് കൂടുംവണ്ണം എന്ന് പറഞ്ഞാൽ ആ ദീപ്തി ദിക് അന്തരം, അതാണ് ദിഗന്ധരം. അതായത് ദിക്കുകളുടെ അങ്ങേ അറ്റം വരെ, ദിക്കുകളെല്ലാം വ്യാപിച്ചു എന്നേ അർത്ഥമുള്ളൂ. എല്ലാം പ്രകാശിപ്പിക്കപ്പെട്ടു ഈ ശസ്ത്രാസ്ത്രങ്ങളാൽ. ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദമല്ല, അതുകൊണ്ടുണ്ടാകുന്ന മിന്നലും ആയുധങ്ങളുടെ തിളക്കവുമാകാം. അതുപോലെ അല്ലെങ്കിൽ അവയുടെ ശബ്ദം കൊണ്ടുള്ള പ്രകാശവും ആകാം. ശബ്ദം കൊണ്ട് പ്രകാശം ഉണ്ടാവില്ല, അത് കൂട്ടിമുട്ടുമ്പോഴുള്ള ആ മിന്നൽ കൊണ്ടും അല്ലെങ്കിൽ തിളക്കമുള്ള വാളുകളും ആയുധങ്ങളും ആണെങ്കിലും പ്രകാശം ഉണ്ടാകാം. എന്തായാലും ശസ്ത്രാസ്ത്രങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെട്ട ദിക്കുകളോടുകൂടിയ എന്നാണ് അർത്ഥം. യുദ്ധം പ്രവവൃതേ, യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഘോരമായ യുദ്ധമുണ്ടായി. അപ്പോൾ അനന്തരം ആ ദേവിയും അസുരന്മാരും തമ്മിൽ പല വിധത്തിൽ ശസ്ത്രാസ്ത്രങ്ങളെ കൊണ്ട്, ശസ്ത്രങ്ങളാലും അസ്ത്രങ്ങളാലും കൊണ്ട് ദിക്കെല്ലാം പ്രകാശിക്കത്തക്കവണ്ണം വളരെ വലിയ യുദ്ധമുണ്ടായി എന്ന് സാരം. ഇനി അടുത്തൊന്ന് നോക്കുക. മഹിഷാസുരസേനാനീശ്ചിക്ഷുരാഖ്യോ മഹാസുരഃ യുധേ ചാമരശ്ചന്യൈശ്ചതുരംഗബലാന്വിതഃ രഥാനാമയുധൈ ഷഡ്ഭിരുദഗ്രാഖ്യോ മഹാസുരഃ. മഹിഷാസുര സേനാനി എന്ന് പറഞ്ഞാൽ മഹിഷാസുരൻ്റെ സേനാധിപൻ. ചിക്ഷുരാഖ്യ, ചിക്ഷുരൻ എന്നാണ് ആ സൈന്യാധിപൻ്റെ പേര്. മഹാസുരനും ചതുരംഗബലാന്വിതൻ, ചതു അംഗബലാന്വിതൻ, ചതുരംഗ പടയോട് കൂടിയത്. ചതുരംഗം 4 അംഗമുള്ളതുകൊണ്ടാണ് ചതുരംഗം എന്ന് പേര് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ചതുരംഗ പടയോട് കൂടിയവനായിട്ട്. അന്യേഹി ചാമരഹ, മറ്റ് അസുരന്മാരോടും കൂടി ചാമരനും. രഥാനാം ഷഡ്ഭി ആയുധൈ, അതുപോലെ രഥാനാം എന്ന് പറഞ്ഞാൽ രഥങ്ങളോടുകൂടി. ഷഡ്ഭി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയുധം 1000 ഷഡ്ഭി 60, 1000, അതായത് 60,000 തേരോടുകൂടി എന്നർത്ഥം. ചതുരംഗം എന്ന് പറഞ്ഞാൽ ആന, കുതിര, തേര്, കാലാളി, ഇതാണ് ചതുരംഗപ്പട എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 4 സംഗതികൾ കൂടി ചേരുന്നതാണ് ചതുരംഗപ്പട. അപ്പോൾ ചതുരംഗ ബലാന്വിത എന്ന് പറഞ്ഞാൽ ചതുരംഗപ്പട എന്ന ബലത്തോടുകൂടി, ആ ബലമുള്ള സൈന്യത്തോടുകൂടി, പടയോടുകൂടി എന്നാണ് അർത്ഥം. മഹിഷാസുര സേനാധിപനായ ചിക്ഷുരൻ എന്ന മഹാസുരനും ചതുരംഗ സൈന്യത്തോടും മറ്റ് അസുരന്മാരോടും കൂടി ചാമരൻ എന്ന അസുരനും 60,000 രഥങ്ങളോടുകൂടി ഉദഗ്രൻ എന്ന അസുരനും യുദ്ധം ചെയ്തു എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഇനി പടകളോടുകൂടി എന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഷഡ്ഭി ആയുധ എന്നുള്ളത് 60,000 ആയുധം. അത് ഇനിയും പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ നോക്കുക. അയുധ്യത, അത് നമുക്ക് കുറച്ച് വിസ്തരിച്ച് പറയാനുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ന് ഇത്രയും മതി. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവരും നന്നായിരിക്കട്ടെ, നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.